നമസ്കാരം, ഞാൻ രമ്യ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂരി എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ഇത് സെർവ് ചെയ്യുന്നത് ബാജിയുടെ ഒപ്പമാണ്, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലയുടെ ഒപ്പമാണ്. അപ്പോൾ ആദ്യം നമുക്ക് പൂരി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു ദിവസം ബാജി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഒരു ഏകദേശം 3/4 കപ്പ് ഗോതമ്പ് പൊടി, അതായത് ആട്ട വേണം. 3/4 കപ്പ് ആട്ട. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ റവ. ഇത് ചെറിയൊരു ക്രിസ്പ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് റവ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ടൈറ്റ് ഡോ ആക്കി എടുക്കണം. സോഫ്റ്റും ആയിരിക്കണം, എന്നാൽ ടൈറ്റും ആയിരിക്കണം. ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കാറില്ല. ഞാൻ ചപ്പാത്തിയിലും പൂരിയിലും ഒന്നും ഉപ്പ് ചേർക്കാറില്ല. അപ്പം നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചെറിയൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത് നല്ല ടൈറ്റും സോഫ്റ്റും ആയിട്ടുള്ള ഡോ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല ഇതിൽ. കുഴയ്ക്കുമ്പോൾ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ. കണ്ടില്ലേ, നല്ല ടൈറ്റ് ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. ഓക്കെ, 10 മിനിറ്റ് ശേഷം ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് എടുത്തത്. ബാക്കി എൻ്റെ കയ്യിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം മാത്രമേ ബാക്കി ഇരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം വെള്ളം ആഡ് ചെയ്തു. അപ്പം ഇത് ഏകദേശം ഒരളവാണ് ഞാൻ പറയുന്നത്. പിന്നെ ഓരോ പൊടികളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, കാരണം ഓരോ ബ്രാൻഡും ഓരോ ടൈപ്പാണ്. അപ്പം അതെല്ലാം വ്യത്യാസം വരും. അതിനനുസരിച്ച് ആഡ് ചെയ്ത് നോക്കുക. എന്തായാലും നല്ല ടൈറ്റും ആയിരിക്കണം, നല്ല സോഫ്റ്റും ആയിരിക്കണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാൻ പോകണം വീണ്ടും. കണ്ടില്ല, നല്ല ടൈറ്റ് ആണ്, പക്ഷെ നല്ല സോഫ്റ്റും ആണ്. നിങ്ങൾക്ക് കുഴയ്ക്കുമ്പോൾ അത് മനസ്സിലാവും. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. നിങ്ങൾ വിചാരിക്കും നല്ല ടൈറ്റ് ആണോ എന്ന്, പക്ഷെ നല്ല സോഫ്റ്റ് തന്നെയാണ്. എന്നിട്ട് അതിനൊരു കുഞ്ഞു ഉരുളയെടുത്ത് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലേ എടുക്കുന്നുള്ളൂ. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ കുഞ്ഞു പൂരികളാണ്. നിങ്ങൾക്ക് വലിയ പൂരികളാണ് ഇഷ്ടമെങ്കിൽ വലുതായിട്ട് പരത്തിയെടുക്കാം. കുഞ്ഞു ഉരുളകൾ എടുക്കുക. ഗോതമ്പ് പൊടിയിലൊന്ന് 2 ഭാഗത്തും ഗോതമ്പ് പൊടി നന്നായി സ്പ്രെഡ് ചെയ്യുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിവതും പൊടി കുറച്ചെടുക്കുക, കാരണം അല്ലെങ്കിൽ നമ്മൾ ചൂടെണ്ണയിൽ ഇടുമ്പോൾ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും. എന്നിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ, വട്ടത്തിൽ നന്നായി പരത്തിയെടുക്കുക. റൗണ്ട് ഷേപ്പ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല റൗണ്ടായി കിട്ടും. ഞാനിവിടെ കുക്കി കട്ടറാണ് എടുക്കുന്നത്, നല്ല കറക്റ്റ് റൗണ്ട് പൂരി വരാൻ വേണ്ടിയിട്ട്. ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തി മാതിരി അത്ര തിന്നാണ്ട്, കുറച്ച് തിക്കിലിരിക്കുന്നതാണ് പൂരി എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ കണ്ടില്ലേ, ഞാനിങ്ങനെ ഒരു കുക്കി കട്ടറാണ് എടുക്കുന്നത്. അതുകൊണ്ട് പ്രസ് ചെയ്ത് നല്ല വട്ടം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള മാവ് കളയൊന്നുമില്ല. അത് ഞാൻ തിരിച്ച് റീറോൾ ചെയ്ത് വീണ്ടും പരത്തി കട്ട് ചെയ്തെടുക്കും. അപ്പം ഇങ്ങനെ എല്ലാ പൂരികളും ഞാൻ ചെയ്യാൻ പോകുന്ന പരത്തിയെടുക്കാൻ പോവാണ്. മറക്കണ്ട, ഇതേ സമയം നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുക, വെജിറ്റബിൾ ഓയിൽ എടുത്ത് ചൂടാക്കാൻ വെക്കുക. അപ്പം ഞാൻ പൂരികളെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടെണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ, എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ പൂരിയായി ഇട്ട് കൊടുത്ത് നന്നായി പൊങ്ങി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ചെറിയ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരും. ഇട്ടുടനെ അത് താഴ്ന്ന് മുങ്ങിപ്പോവും. അത് കഴിഞ്ഞ് അത് പൂരി വെന്ത് വരുമ്പോൾ മെല്ലെ പൊങ്ങി വരും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നല്ല പഫായിട്ട് വരും. എണ്ണയുടെ ടെമ്പറേച്ചർ എപ്പോഴും ശ്രദ്ധിക്കുക, ഓവർ ചൂടാവാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂരി പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. നമ്മുടെ ആദ്യത്തെ പൂരി റെഡി ആയിട്ടുണ്ട്. ഇതുമാതിരി ബാക്കിയുള്ള പൂരികളും ചെയ്തെടുക്കുക. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇട്ട് കൊടുക്കുക പൂരി.
കണ്ടില്ലേ, ആദ്യം മുങ്ങിക്കിടക്കും. അത് വെന്ത് വന്നു കഴിഞ്ഞാൽ തനിയെ അത് പൊങ്ങി വരും. അതിനോടൊപ്പം അത് പപ്പടം പോലെ പൊങ്ങി വരും. നമ്മുടെ പൂരി റെഡിയായി. ഇനി കുറച്ചുകൂടെ ലൈറ്റ് ബ്രൗൺ നിറം വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ചെറുതായിട്ടൊന്ന് കളർ ഒന്നുകൂടെ മാറും. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ വലുപ്പം ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വലുതുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഒഴിക്കേണ്ടി വരും ഫ്രൈ ചെയ്യാൻ. ചെറുതാണെങ്കിൽ കുറച്ചെണ്ണ മതി ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ പൂരി മസാല റെഡി ആയിട്ടുണ്ട്. മസാലയുടെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ആഴ്ച പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.